24ഉം കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്നുള്ള 100 ഭവന പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകുന്ന കൊല്ലം ജില്ലയിലെ ആദ്യ വീടിന്റെ താക്കോൽ കൈമാറി. കരുനാഗപ്പള്ളി വവ്വാക്കാവിൽ അസുഖബാധിതനായ മകനോടൊപ്പം കഴിയുകയായിരുന്ന ലൈലയ്ക്കാണ് വീടൊരുങ്ങിയത്. ഭിന്നശേഷിക്കാരനായ മകൻ സിയാദിനൊപ്പം വാടക വീട്ടിൽ കഴിഞ്ഞ പുത്തൻതെരുവ് സ്വദേശി ലൈലയ്ക്ക് അടച്ചുറപ്പുള്ള വീടൊരുക്കാൻ 24 ഇടപെടുകയായിരുന്നു. അങ്ങനെ 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്നുള്ള 100 വീട് ഭവന പദ്ധതിയിൽ ലൈലയും ഉൾപ്പെട്ടു. ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് വീടിന്റെ നിർമ്മാണം പൂർത്തിയായി. കരുനാഗപ്പള്ളി MLA CR മഹേഷ് താക്കോൽ കൈമാറി. ന്യൂസ് 24ന്റെ നേതൃത്വത്തിൽ 100 വീടുകൾ ചിറ്റിലപ്പള്ളിയുമായി ചേർന്ന് നടത്തുന്നതിൻ്റെ ജില്ലയിലെ ആദ്യത്തെ ഉദ്ഘാടനമാണ്. 100% അർഹതപ്പെട്ട ഒരു കുടുംബത്തിനാണ്, ഒരു സഹോദരിക്കാണ്. അതിൻ്റെ താക്കോൽ ദാനം നിങ്ങളുടെ അനുവാദത്തോടുകൂടി നിർവഹിക്കുകയാണ്. 24 തിരുവനന്തപുരം റീജിയണൽ ചീഫ് ഷഫീദ് റാവുത്തർ വീടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കൊല്ലം ജില്ലയിൽ ഏറ്റവും വേഗതയിൽ പൂർത്തിയാക്കിയ നമ്മളുടെ ഈ ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പൂർത്തിയാക്കിയ ഒരു വീട് കൂടിയാണ് ഇപ്പോൾ നമ്മൾ താക്കോല് കൈമാറിയിരിക്കുന്നത്. സന്തോഷമായി ജീവിക്കട്ടെ എന്നുള്ള ആശംസ മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതിന് നന്ദി പറഞ്ഞ ലൈല. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24നും മറ്റുള്ള ഈ ഫർണിച്ചർ തന്ന മൊത്തം അവതാരിക്കും നന്ദി. വാർഡ് മെമ്പർ നാസർ, 24 കണക്ട് ജില്ലാ കോർഡിനേറ്റർ നൌഷാദ് റാവുത്തർ, താലൂക്ക് കോർഡിനേറ്റർമാരായ അമ്പൂര ആർത്തിയിൽ, മായ സുകുമാരൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. പദ്ധതിയിൽ ഉൾപ്പെട്ട 10ലധികം വീടുകളുടെ നിർമ്മാണം ജില്ലയിൽ പുരോഗമിക്കുകയാണ്. 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും കൈകോർത്ത് ലൈലമ്മയും കുടുംബത്തെയും ചേർത്തുപിടിച്ചപ്പോൾ ഒരു വീടെന്ന അവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് യാഥാർത്ഥ്യമായത്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊല്ലം.